ഹായ്, വൈജയന്തി മൂവീസിൻ്റെ ബാനറിൽ നാഗ അശ്വിൻ സംവിധാനം ചെയ്ത് അമിതാഭ് ബച്ചൻ മുതൽ ഇങ്ങോട്ടുള്ള താരനിര മൊത്തം അണിനിരന്ന ഏറ്റവും പുതിയ ചിത്രം കൽക്കി. കൽക്കിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം മൂവിയുടെ കുറേ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാവരും ഓടിപ്പോയി ടിക്കറ്റ് എടുത്തോ കണ്ടോ. ഇത് ഇത്രയും ഒരു സിനിമക്ക് ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ അത്ര പേഴ്സണലി ഇഷ്ടപ്പെട്ടു പോയ ഒരു സിനിമ. എന്താ പറയുക, എവിടെ നിന്നാ തുടങ്ങുക എനിക്കറിയില്ല. ഇത്രയും സന്തോഷം തന്നിട്ടുണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത്. അതായത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ മുതൽ മുടക്കിൽ ചിത്രീകരിച്ചൊരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ക്വാളിറ്റിയും കാണിക്കും. ഒരു ഹിന്ദു മിത്തോളജി അല്ലെങ്കിൽ മഹാഭാരത അതൊക്കെ ബേസ് ചെയ്തിട്ട് വരുന്നൊരു കഥ. പിന്നെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് പോകുന്നു. ഇവിടെ രണ്ടും നടക്കുന്ന, അതായത് കൽക്കി പേര് പോലെ തന്നെ കൽക്കിയുടെ അവതാര കാലത്ത് അല്ലെങ്കിൽ ലോകത്തിൻ്റെ അവസാനത്ത് കൽക്കി പ്രത്യക്ഷപ്പെടും എന്നൊക്കെ പറയുന്ന പോലെ കൽക്കിയുടെ പ്രത്യക്ഷത്തിനായി വേണ്ടി അല്ലെങ്കിൽ കൽക്കി വരാൻ വേണ്ടി ഉണ്ടാവുന്ന ഈ മഹാഭാരതയിൽ എങ്ങനെയാണോ പറഞ്ഞത് അതിൻ്റെ ഒരു ബാക്കി പത്രം പോലെ കാണിക്കുന്ന ഒരു സിനിമ. എല്ലാവരും കില്ലിങ് ആയിട്ട്, അതായത് എൻറ്റയർ ക്രൂ, ആരെ എടുത്തു പറയണം ആദ്യം എന്നുള്ള തർക്കം മാത്രമേ ഉള്ളൂ. അമിതാഭ് ബച്ചൻ, പ്രഭാസ്, ദീപിക പദുക്കോൺ, അന്നാബൻ, ശോഭന, ആരൊക്കെയോ ഉണ്ട്, എന്തൊക്കെയോ ഉണ്ട്. എനിക്ക് അത്ര ആവേശം തന്നിട്ടുണ്ട് തിയേറ്ററിൽ. ഞാൻ ഒറ്റയ്ക്ക് പോയിരുന്ന സിനിമ ഉണ്ട്. അപ്പോൾ നമ്മൾ തന്നെ കൂവി പോവും, അല്ലെങ്കിൽ എനിക്കൊരു ആരില്ലെങ്കിൽ ഷൈയൊക്കെ ആവുന്ന അങ്ങനത്തെ. പക്ഷെ ഇതിലൊക്കെ ഞാൻ ഒന്നും നോക്കിയില്ല. ഞാൻ കൂവി അലറി വിളിച്ച് അങ്ങനെ ഒച്ചയുണ്ടാക്കി. വളരെ ഇഷ്ടപ്പെട്ട സിനിമ. നമ്മളെ വിഷ്വൽ ട്രീറ്റ് അല്ലെങ്കിൽ ഒരു സിനിമ നമുക്ക് വിളിച്ചിരുത്തി നമ്മളെ ട്രീറ്റ് ചെയ്യാന്ന് പറയൂലേ, അതുപോലൊരു സിനിമ അത്രയും ഭംഗിയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മ്യൂസിക്കായാലും വിഷ്വലായാലും അതിൻ്റെ ഗ്രാഫിക്സ് ലാസ്റ്റൊക്കെ എത്തുമ്പോൾ നമ്മളൊരു ഇൻ്റർനാഷണൽ സിനിമയിൽ പണ്ടോരയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു ഇന്ത്യൻ ഇതിലേക്ക് വരുമ്പോൾ, ഇന്ത്യൻ സിനിമയിലേക്ക് വരുമ്പം അതുപോലൊരു എഫക്റ്റ്, അല്ലെങ്കിൽ അതിലും മികച്ചതെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അതുപോലൊരു എഫക്റ്റ്. ഫുൾ വാർ ഫൈറ്റ്, ഇതിൻ്റെ ഇടയിൽ കാണിക്കുന്ന കുറേ കോമഡികൾ, ഇതിൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങൾ, തരുന്ന ടെൻഷൻ, ഏതറ്റത്തേക്ക് എങ്ങനെയൊക്കെ നമ്മളെ കൊണ്ടുപോകാൻ പറ്റും. ആദ്യം നമുക്കിത് ഫുൾ ഡൈജസ്റ്റ് ചെയ്തെടുക്കാനുള്ള ഒരു സമയം തരുന്നുണ്ട്. ആ സമയത്തോട് കഥ നമ്മളോട് പറയുന്നുണ്ട്. ഈ പറഞ്ഞ കഥ പോകുന്നത്, ഇത് എൻഡ് ചെയ്തിട്ടില്ല, ഇതിനൊരു സെക്കൻഡ് പാർട്ട് കൂടി വരാനുണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് സിനിമ അവസാനിക്കുന്നുള്ളത്. പക്ഷേ പ്രഭാസൊക്കെ, നമുക്ക് ആദ്യം പ്രഭാസിനൊരു എന്താ പറയുക, ഒരു നോർമൽ കഥാപാത്രമായി തോന്നുന്നെങ്കിലും അമിതാഭ് ബച്ചനൊക്കെ ആയിട്ടുള്ള ഫൈറ്റ് ഉണ്ട്. ഇതിൽ സ്പെഷ്യൽ എൻട്രി ആയിട്ടൊരു നമ്മുടെ രാജമൗലി വരുന്നുണ്ട്. അതൊക്കെ രസമായിരുന്നു. അമിതാഭ് ബച്ചനായിട്ടുള്ള ഫൈറ്റ്, അതാണ് ഞാൻ പറഞ്ഞു നിർത്തിയത്. എന്താണ് ഇത്രക്കുള്ള മനുഷ്യനും തമ്മിലുള്ള ഒരു അടിയുണ്ട്. അതായത് രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് നിൽക്കുക, ഇങ്ങനെയൊക്കെ പിടിച്ച് തൂക്കാൻ പറ്റുന്ന അമിതാഭ് ബച്ചൻ. എന്തൊരു രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആർട്ട് ചെയ്തവർ, ഭീകര ഗ്രാഫിക്സ് ചെയ്തവർ, ആ ടീം മൊത്തം ഇതിൻ്റെ മുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നാഗശ്വിൻ്റെ ഡയറക്ഷൻ എല്ലാം കൊണ്ടും. മ്യൂസിക്കൊക്കെ കില്ലിങ് ആയിരുന്നു. മ്യൂസിക് നമ്മുടെ ദുൽഖർ സൽമാൻ ചെറിയൊരു പോർഷനിലാണ് വരുന്നത്. പക്ഷേ എല്ലാം കൊണ്ട് ദുൽഖറിൻ്റെ ലുക്കൊക്കെ അടിപൊളിയായിരുന്നു. ദുൽഖറും പ്രഭാസൊക്കെ ലുക്ക് വൈസ് മുടിയൊക്കെ നീട്ടി വളർത്തി ഇവിടെ കെട്ടിയിട്ടൊക്കെ ഭയങ്കര നൈസായിട്ട് ചെയ്തു. ഇത് എന്ത് പറഞ്ഞ് കൺവേ ചെയ്യണം അല്ലെങ്കിൽ എന്ത് പറഞ്ഞ് ഇതിനെ പുകഴ്ത്തണമെന്നോ ഒന്നും എനിക്കറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. 3 മണിക്കൂർ ഞാൻ അന്തം വിട്ടിരുന്നു പോയി. അതായത് 3 മണിക്കൂർ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ ആയല്ലോ എന്നൊരു സിനിമേനെ തോന്നുമെങ്കിലും ഇത് കഥ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടി ഇതിൻ്റെ AI സാധനങ്ങൾ, നമ്മൾ മിനിയാന്ന് കണ്ട മറ്റേ ഗഗനചാരിയിൽ ഒരു AI രാഘവോ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയൊക്കെ എനിക്ക് ഇവിടെ വന്നു. ഇവിടെ ഒരു AI ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്നും അശ്വത്ഥാമാവിൻ്റെ കഥ പറഞ്ഞു തുടങ്ങി. ഇവിടെ അശ്വത്ഥാമാവ് കൽക്കി വരുന്ന കാലത്ത്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ അവസാനം അശ്വത്ഥാമാവിന് മരണമില്ല എന്നുള്ള മിത്തോളജി, ഈ സാധനങ്ങളൊക്കെ നമുക്കറിയാം. അശ്വത്ഥാമാവ് അവസാനം കൽക്കിയുടെ ജനനത്തിന് വേണ്ടി സഹായിക്കുന്ന ഒരാളായി മാറും. 10ാമത്തെ അവതാരത്തെ ജനിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അതിനു വേണ്ടി തടയിടുന്നവർക്ക് എതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരാളായിട്ട് മാറും എന്ന് പറയുന്നത് പോലെ ഇത്രയും വർഷത്തെ ഒരു കഥ ഇങ്ങനെ എടുത്തിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട്, അതായത് ലോകാവസാനത്ത് എങ്ങനെ ഉണ്ടാവുമായിരിക്കും, അത്രയും ശത്രുക്കൾ വന്നെന്നറിയും, ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല, വലിയൊരു മൊണോപ്പൊളി ആയിരിക്കും, അപ്പോൾ എല്ലാം ഭരിക്കുന്നവരായിരിക്കും, അവരൊക്കെ സിമ്പിളായിട്ട് ആളുകളെ കൊന്നുകളയും, പരീക്ഷണങ്ങൾ നടത്തും, ഓപ്പറേഷൻ K എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികൾ. ഇതിനൊക്കെ കണക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റി. ഇതിൻ്റെ സ്ക്രിപ്റ്റ് നഗർ അശ്വിൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. തിരക്കഥ എല്ലാം കൊണ്ടും
ഇനിയിപ്പോൾ ഇതിന് എന്താ എടുത്ത് പറയണ്ടേ, എങ്ങനെ എടുത്ത് പറയണ്ടെന്നല്ല, നിങ്ങൾ ഉറപ്പായിട്ട് എല്ലാ ടൈപ്പ് ഓഫ് ആളുകൾക്കും ഭയങ്കര ഇഷ്ടമായിട്ട് പോകുന്നൊരു സിനിമ. മ്യൂസിക് ആണെങ്കിലും ഭയങ്കര ബീറ്റാണ്, നമ്മൾ കേട്ടിട്ടുള്ള ബീറ്റുകൾ തന്നെയാണ് കേട്ടോ. ഈ വൻ പടങ്ങളൊക്കെ വരുമ്പോൾ പ്രഭാസിൻ്റെ മുന്നത്തെ പടങ്ങളിലൊക്കെ ഉള്ള ബീറ്റുകളൊക്കെ കുറേ ഏറെക്കുറെ സെയിമാണ്. പക്ഷേ അത് കൊടുത്തിട്ടിരിക്കുന്ന സ്ഥലം, അതിൻ്റെ പ്ലേസ്മെൻറ്റ് അതൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കോമഡി വരുന്ന സമയത്ത് പ്രഭാസിൻ്റെ കോമഡി കുറച്ചുകൂടി ആ ഒരു ചളിമൂട് തന്നെ ഉണ്ട്. പക്ഷെ എന്നാലും അതൊന്നും ഇതിലെവിടെയും വലിയ കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നൊന്നുമില്ല. അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് എങ്ങനെ വർണ്ണിച്ചാലും മതിയാവില്ല. ശോഭനേനൊക്കെ കാണാൻ പറ്റി. അന്നാബൻ്റെ അവിടെ പോയിട്ട് എന്താ പറയുക, ദീപിക പദുക്കോണിൻ്റെ കൂടെയൊക്കെ നിന്ന് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാകും, ഭയങ്കര രസമായിട്ട് ഫീലാവും. അന്നാബൻ്റെ ഒരു ഫൈറ്റ് ഉണ്ട്, അതിൽ വണ്ണായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അവളൊരു ഫൈറ്റർ ഗേൾ എന്നുള്ള മൂഡിലൊക്കെ ചെയ്തിട്ടുണ്ട് അന്നാബൻ. അത് മലയാളത്തിൽ നിന്നായതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി സന്തോഷമുണ്ട്. സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും ഏറെക്കുറെ ആക്ടേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ആരാണ് എന്താണെന്നൊന്നും എടുത്തു പറയേണ്ട. ദീപിക പദുക്കോൺ ഒരു ഉദാത്തമായ സ്ത്രീ എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു എന്താ പറയുക, പിറവി കൊടുക്കുന്ന ഒരു സ്ത്രീ, ഗർഭിണി, നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ കൽക്കിക്ക് പിറവി കൊടുക്കുന്ന സ്ത്രീ. അപ്പോൾ മൊത്തം ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു കൾട്ടാണ് അവിടെ രൂപപ്പെടുന്നത്. അപ്പോൾ ഇവരെ എങ്ങനെ സംരക്ഷിക്കും, ഇവർ രക്ഷപ്പെടുമോ? കഥ അവസാനിച്ചിട്ടില്ല, ഇനിയിപ്പോൾ 2ാം ഭാഗം വരാനുണ്ട്. അപ്പം എല്ലാവരും ഓടിപ്പോയി ടിക്കറ്റ് എടുത്തോളൂ. ഏറ്റവും ആവേശത്തിൽ കാണാൻ പറ്റിയൊരു സിനിമ. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. സിനിമകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് നമുക്ക് ഇത്രയും ട്രീറ്റ് തരുന്നുണ്ട്. സിനിമ ഈസ് ആൻ ഇമോഷൻ മാൻ, സീരിയസ്ലി. ഇത് കണ്ടിട്ടും എനിക്കിപ്പോൾ അടുത്ത സിനിമ ഇതിലും ഇതായാൽ മീൻസ് അടിപൊളി ആയാൽ, അതായത് 2024 നമ്മൾ മൊത്തം എങ്ങനെയാണ് കാണുന്നത്, അടിപൊളി 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 സിനിമകളാണ്. ഭയങ്കര സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കൽക്കി കാണുക. കൂടുതൽ സിനിമാ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.